എനിക്കുണ്ടായ മാനക്കേട്, ജീവിത അവസാനം വരെയുള്ള അഭിമാനക്ഷേത്രം, അത് പരിഹരിക്കാനുള്ള മാർഗവും അവള് തന്നെ എനിക്കത് പറഞ്ഞു തരണം. അതല്ലെങ്കിൽ ഈ ഗ്ലാസ്സിലുണ്ടായിരുന്ന ജ്യൂസ് പഴയപടി ഈ ഗ്ലാസ്സിൽ തന്നെ കയറണം. അല്ലാത്ത പക്ഷം സത്യഭാമ മരിക്കണം, ശാലിനിയോട് ക്ഷമിക്കാൻ. എന്താ മോളെ വല്ലാതിരിക്കുന്നെ? ഞാൻ കുഞ്ഞേച്ചി ഓർത്തുപോയി പ്രീതിയേച്ചി. കുഞ്ഞേച്ചി ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തുമാത്രം സന്തോഷിക്കുമായിരുന്നു. അമ്മ അമ്മ സത്യമ്മയോടൊന്ന് പറഞ്ഞ. സത്യാമ്മയോട് എന്തെങ്കിലും പറയണമായിരുന്നെങ്കിൽ അന്ന് പറയണമായിരുന്നടി. ശാലിനിക്ക് ഗർഭമില്ലെന്ന് സുസ്മിത വെളിപ്പെടുത്തുന്നതിന് മുമ്പ് സീമന്ത ചടങ്ങിൽ വെച്ചായിരുന്നെങ്കിലും സത്യാമ്മ കബളിപ്പിച്ചതായി തോന്നില്ലായിരുന്നു. ഇങ്ങനൊരു കള്ളക്കളി വേണ്ടെന്ന് ഞാൻ നിങ്ങളോട് 100 വട്ടം പറഞ്ഞതാ. എന്നിട്ട് ആരെങ്കിലും സമ്മതിച്ചോ? എന്നിട്ട് അവസാനം ഞാൻ കൂടി കള്ളിയാവേണ്ടി വന്നു. അമ്മ എല്ലാം ഞാൻ കാരണമല്ലേ? മോളെ ഇടി എന്താ ഇത്? ഇടി ഈ സമയത്ത് കരയാ? നിന്റെ ഒരു കൊക്ക് പോടി. കരയാതെ അമ്മ. മോളെ
മോളെ അമ്മ സത്യമ്മയോട് പറയാം. ഏ? നീ വിഷമിക്കാതെ. എന്തു പറ്റി? സത്യമ്മ ശ്യാമ കരയായിരുന്നോ? അല്ല സത്യമ്മ, അവള് ശാലിനിയുടെ കാര്യം പറഞ്ഞ്. ശാരദാമ്മേ, ആവശ്യമില്ലാത്തവരെ പറ്റിയുള്ള സംസാരം ഇവിടെ വേണ്ട. നിന്റെ ഒരുക്കം കഴിഞ്ഞില്ലേ? ഒരു 2 മിനിറ്റ് കൂടി അമ്മേ. മതി. നിങ്ങൾക്കൊക്കെ നടുവിലിരുന്നാലേ അവൾക്ക് ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ കയറി വരും. വാ മോളെ, വാ. ശാരദമ്മ വാ. ചാർജില്ലല്ലോ. അയ്യോ മോളെ, ശ്യാമേ, 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 ശ്യാമേ. മോളെ, അവളെ പിടിച്ച സൂക്ഷിക്കണ്ടേ മോളെ? ശ്യാമേ, എന്തെങ്കിലും പറ്റുമോ മോളെ? ശ്യാമേ, മോളെ കുഴപ്പമില്ല അമ്മേ. ഹോസ്പിറ്റലിൽ പോണോ ശ്യാമേ? വേണ്ട, സാരമില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനാ? ഈ സമയത്ത് വീണ അത് ഹോസ്പിറ്റലിൽ കാണിച്ച് കുഴപ്പമൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തല്ലേ? രാഘവേട്ടൻ, ഇവിടെ ഒരു ചടങ്ങ് നടക്കല്ലേ? ഇത് ചെറിയൊരു വീഴ്ചയല്ലേ? എന്തായാലും ഒരു തർക്കമൊന്നും വേണ്ട. മോളൊന്ന് വിശ്രമിക്കട്ടെ. വീണപ്പോ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോന്ന് ഞങ്ങൾ നോക്കാം. അത് കഴിഞ്ഞു മതി ചടങ്ങുകളൊക്കെ. എന്താ? വാ മോളെ, വാ, നടക്ക. രാഘവൻ സാറേ, 5 മിനിറ്റ് കഴിഞ്ഞാൽ രാഘുകാലം തുടങ്ങും എന്ന് കരുതിയൊരു അപകടം ഉണ്ടായ അതെന്താന്ന് നോക്കണ്ടേ തിരുമേനി? അതിനുവേണ്ടിയതാണോ ഒരു രാഹുവും കേതും ഒക്കെ? തിരുമേനി, ഇതൊക്കെ മനുഷ്യന്റെ സൗകര്യങ്ങൾക്കനുസരിച്ച് ഉപയോഗിക്കാനുള്ളതാണ്. അശുഭ ലക്ഷണങ്ങളാണല്ലോ സുഭദ്ര.
ടെസ്റ്റ് റിപ്പോർട്ടിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഏയ് ഒരു കുഴപ്പമില്ല. ശാലിനിയോട് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നില്ലേ ഇന്ന് ചിലപ്പോ ഒന്നുകൂടി കൺഗ്രാജുലേറ്റ് ചെയ്യാൻ പറ്റൂന്ന്. കൺഗ്രാറ്റ്സ്. പക്ഷേ എന്താ ഡോക്ടർ? എടോ, ഇയാള് സിവിൽ സർവീസ് ഒക്കെ പാസ്സായതല്ലേ? ഒരു സന്ദർഭത്തിൽ മാത്രമേ ഒരു ഡോക്ടർ മുന്നിലിരിക്കുന്ന പേഷ്യന്റിനോട് കൺഗ്രാറ്റ്സ് പറയൂന്ന് ഇയാൾക്ക് അറിയില്ലേ? ഡോക്ടർ, അതേടോ, അത് തന്നെ. ഇയാൾ ഒരു അമ്മയാകാൻ പോകുന്നു. ഡോക്ടർ എന്താ പറഞ്ഞേ? എടോ, ഇയാള് ഗർഭിണിയാണെന്ന്. ഡോക്ടർ, ഇത് റിപ്പോർട്ട് തെറ്റിയതൊന്നുമല്ലോ? ഒന്നും തെറ്റിയിട്ടില്ല. തൃപ്തികരമായ വളർച്ചയുണ്ട് കുഞ്ഞിന്. റിപ്പോർട്ട്. താങ്ക്സ് ഡോക്ടർ. ആരോഗ്യം നല്ലപോലെ ശ്രദ്ധിക്കണം. സമയത്തിന് ഭക്ഷണം കഴിക്കണം. പാല്, പോഷകാഹാരം ഒന്നും ഒഴിവാക്കണ്ട. നല്ലതുപോലെ ഉറങ്ങണം. മനസ്സിന് സമ്മർദ്ദം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കണം. ഇനി എന്റെ ജീവിതത്തില് ടെൻഷനുകളൊന്നുമില്ല ഡോക്ടർ. ഈ മെഡിസിൻസ് വാങ്ങി കഴിക്കണം. അടുത്ത മാസം വീണ്ടും ചെക്കപ്പിന് വരണം. ശരി. ശാലിനി മോളെ, ശാലിനി മോളെ, ഡോക്ടർ എന്താ പറഞ്ഞത്? എന്താ മോളെ, വല്ല കുഴപ്പം വലുതാണോ? അതൊന്നും അല്ല ശാന്തേച്ചി. പിന്നെ എന്താണെങ്കിലും മോള് പറയേ. ഞാൻ പ്രഗ്നന്റ് ആണെന്ന്. മോൾ എന്താ പറഞ്ഞത്? ഞാൻ പ്രഗ്നന്റ് ചേച്ചി. വലിയ സന്തോഷമുള്ള വാർത്തയാണല്ലോ മോളെ. ചേച്ചി, ആൾക്കാർ ശ്രദ്ധിക്കുന്നു. എന്നാലും ഇത് എന്നാലും ചെറിയൊരു സംഭവമാണോ മോളെ? മോള് തകർത്തല്ലോ. ഇനി കഥ മൊത്തം മാറിയില്ലേ? അതെ ശാന്തേച്ചി, പക്ഷെ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മോൾ ഇപ്പൊ തന്നെ വിഷ്ണുവിനെ വിളിച്ച് കാര്യം പറയും. മോനോടല്ലേ ആദ്യം പറയേണ്ടത്. വലിയ സന്തോഷാവും.
എന്താ മോളെ കോൾ എടുക്കുന്നില്ല ശാന്തേച്ചി? അവിടെ സീമന്തത്തിന്റെ തിരക്കല്ലേ, ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്ക്. വിഷ്ണുട്ട എടുക്കുന്നില്ലല്ലോ. എന്നാ നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടുന്ന് കുറച്ചു ദൂരമല്ലേ ഉള്ളൂ. വിഷ്ണുമോനെ കണ്ട് നേരിട്ട് തന്നെ ഈ വിവരം പറയാം. ശ്യാമ മോളുടെ സീമന്തം ആയതുകൊണ്ട് മോളുടെ സീമന്തത്തിനൊന്ന് എല്ലാവരും അവിടെ ഉണ്ടാവും. ശാലിനി മോള് ഗർഭിണിയാണെന്ന് കള്ളം പറഞ്ഞെന്ന് പറഞ്ഞല്ലേ സത്യാമ്മ മോളെ അന്ന് അവിടുന്ന് ഇറക്കി വിട്ടത്. മോള് പറഞ്ഞത് കള്ളമായിരുന്നില്ല, മോൾക്കപ്പോഴും ഇക്കാര്യം അറിയാമായിരുന്നില്ലെന്ന് മാത്രം. എന്തായാലും ദൈവം സഹായിച്ച് അത് സത്യമായി. അതിനുള്ള തെളിവ് നമ്മുടെ കയ്യിലുണ്ടല്ലോ. മോളുടെ സീമന്തത്തിന് മോള് സത്യാമ്മയെ അപമാനിച്ചെന്നല്ലേ പറഞ്ഞത്? അന്ന് അവിടെ കൂടിയിരുന്ന എല്ലാവരും ഇന്ന് ശ്യാമമോളുടെ സീമന്തത്തിനും ഉണ്ടാവും. അവർക്ക് മുന്നിൽ ശാലിനിമോൾ ഗർഭിണിയാണെന്ന് തെളിയുന്നതോടെ സുസ്മിത നടത്തിയ കുറ്റാരോപണങ്ങളെല്ലാം കുത്തിയൊലിച്ചു പോയില്ലേ? സത്യാമ്മയ്ക്കുണ്ടായ അപമാനവും മാറിക്കിട്ടും. ഗർഭിണിയാണെന്ന് കള്ളം പറഞ്ഞെന്ന് പറഞ്ഞ് ശാലിനി മോളെ ഇറക്കിവിട്ട സത്യാമ്മ മോളെ പൂമാലയിട്ട് സ്വീകരിക്കും. അതോടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാവും. അപ്പോ പോകാം അല്ലേ? പോകാം മോളെ, എല്ലാം ഒന്ന് കലങ്ങി തെളിയട്ടെ. ഒന്നുമില്ലെങ്കിലും എത്രയും പെട്ടെന്ന് എനിക്ക് ഈ വാർത്ത വിഷ്ണുട്ടനെ അറിയിക്കണം. വിഷ്ണുട്ടൻ എടുക്കുന്നില്ല ശാന്തേച്ചി. അതല്ലേ ഞാൻ പറഞ്ഞു നമുക്ക് അങ്ങോട്ട് പോവാന്ന്. പോ. രാഹുകാലം തുടങ്ങിയിരിക്കുന്നു. തിരുമേനോട് ഞാൻ പറഞ്ഞില്ലേ, ശ്യാമയ്ക്ക് കുഴപ്പമൊന്നുമില്ല, വീഴ്ചയിൽ പരിക്കൊന്നുമില്ല. ഇവള് ചെറുതായൊന്നു പേടിച്ചെന്നേ ഉള്ളൂ. അമ്മേ എന്നാലൊരു ഡോക്ടറെ കാണിച്ചിട്ട്. രാഘവേട്ട, ഹോസ്പിറ്റലിലേക്ക് പോയ അവര് പറയും കുറച്ച് സമയം ഒബ്സർവേഷനിലിരിക്കട്ടെ എന്ന്. എന്നിട്ട് ലോകത്തുള്ള എല്ലാ ടെസ്റ്റും നടത്തിയിട്ട് അവരൊരു ബില്ലടിച്ചു തരും. ഒരു കുഴപ്പമില്ലെന്നും പറഞ്ഞ് വിടുകയും ചെയ്യും. നമ്മൾ ഇത്ര ഒരുക്കങ്ങളൊക്കെ നടത്തി ഇവരെയൊക്കെ വിളിച്ചു വരുത്തിയിരിക്കുകയല്ലേ. എന്തെല്ലാം കാര്യങ്ങൾ മാറ്റിവെച്ചാ ഇവരൊക്കെ വന്നിരിക്കുന്നത്. കുഴപ്പമൊന്നുമില്ലല്ലോ ശ്യാമേ? ഇല്ല, ഹോസ്പിറ്റലിലൊക്കെ പോയി വെറുതെ സമയം എനിക്കെടുത്തണ്ട. സാരില്ലെന്ന് പറഞ്ഞില്ലേ? വാ മോളെ. ഇങ്ങോട്ടിരുന്നോളൂ, ഇരുന്നോളൂ. എന്നാ ചടങ്ങ് തുടങ്ങാൻ തിരുമേനി. ആയിക്കോട്ടെ.
ആ